ഡെസിമൽ ടു ഹെക്സാ ഡെസിമൽ നോക്കാം. ഹെക്സാ ഡെസിമലിന്റെ ബേസ് എത്രയായിരുന്നു? 16 ആയിരുന്നു. ഓൾസോ ഇത് നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി 0 തൊട്ട് 9 വരെയുള്ള ഡിജിറ്റ്സും അതുപോലെ എ തൊട്ട് എഫ് വരെയുള്ള ലെറ്റേഴ്സും യൂസ് ചെയ്യും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു എക്സാമ്പിൾ നോക്കാം. 293 ടു ദ ബേസ് 10 ഇത് നമ്മൾ ഹെക്സയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഹെക്സയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇവിടെ വേറെ ഫ്രാക്ഷണൽ പാർട്ട് ഒന്നുമില്ല. അപ്പൊ നമ്മൾ 293 എന്തിലേക്കാണോ കൺവേർട്ട് ചെയ്യേണ്ടത് അതിന്റെ ബേസ് വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 293 18 ടൈംസ് 5 റിമൈൻഡർ വരും. അതുപോലെ ഇത് 16 1 ടൈം 2 റിമൈൻഡർ വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1 2 5 ടു ദ ബേസ് 16. ഓക്കെ, ഇനി നമുക്ക് വേറൊരു എക്സാമ്പിള് ഇൻഡിജർ നമ്പർ തന്നെയായിട്ടുള്ളത് നമുക്ക് നോക്കാം. ഈ 1 2 5നെ നമുക്ക് ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം ഹെക്സയിലേക്ക്. ഇത് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? നമുക്ക് ഡിവൈഡ് ചെയ്യാം 16 വെച്ച്. 1 2 5 ഡിവൈഡഡ് ബൈ 16 7 ടൈംസ് റിമൈൻഡർ 13 വരും. ഓക്കെ, ഇത് നമുക്ക് നമ്മൾ മുമ്പ് ചെയ്ത പോലെ ഇങ്ങനെ എടുത്ത് വായിക്കുമ്പോൾ 7 1 3 ഇങ്ങനെ നമുക്ക് വായിക്കാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ പറഞ്ഞു ഹെക്സാഡെസിമൽ നമ്പേഴ്സ് നമ്മൾ 0 തൊട്ട് 9 വരെയുള്ള ഡിജിറ്റ്സെ യൂസ് ചെയ്യുള്ളൂ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി. പിന്നെ ബാക്കിയുള്ള നമ്പേഴ്സ്, അതായത് 10 തൊട്ടുള്ള ബാക്കി നമ്പേഴ്സ് നമ്മൾ ലെറ്റേഴ്സ് വെച്ചിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുക. അതായത് എ തൊട്ട് എഫ് വരെയുള്ള ലെറ്റേഴ്സ് വെച്ചിട്ടായിരിക്കും ബാക്കിയുള്ള നമ്പേഴ്സ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ ഇവിടെ 13 വന്നു. ഈ 13 നമുക്ക് എന്തെങ്കിലും ഡിജിറ്റ്സ് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ 13 നമ്മൾ എന്തായിരിക്കും യൂസ് ചെയ്യാം? 10 നമ്മൾ എ വെച്ചിട്ട് പറയും, 11 ബി, 12 സി, 30 ഡി. അപ്പോൾ 13 നമ്മൾ എങ്ങനെയായിരിക്കും ഹെക്സയിൽ റെപ്രസെന്റ് ചെയ്യുക? ഡി വെച്ചിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ നമ്മൾക്ക് ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്ത് പറയും? 713 ആണ് നമുക്ക് കിട്ടിയേക്കണേ. അപ്പൊ 713 നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക? 7 കുഴപ്പമില്ല, നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. കാരണം 0 തൊട്ട് 9 വരെയുള്ള ഡിജിറ്റിന്റെ ഇടയിലാണ് 7 വന്നേക്കണേ. ഈ 30 നമുക്ക് ഡി വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ 7d ടു ദ ബേസ് 16. ഓക്കെ, അപ്പൊ ഇത് ശ്രദ്ധിക്കണം. നമുക്ക് ആദ്യം ചെയ്ത നമ്മുടെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോ നമുക്ക് 1 2 5 കണ്ടോ? 1 2 5 ഇതൊന്നും കുഴപ്പമില്ല. കാരണം 0 തൊട്ട് 9 വരെയുള്ള ആ റേഞ്ചിലാണ് ഈ നമ്പേഴ്സ് ഒക്കെ വരുന്നത്. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ 13 വന്നു. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം, തെറ്റി പോരുത്. നേരെ തന്നെ എടുത്ത് എഴുതാൻ നിൽക്കരുത്, നമ്മുടെ ആൻസർ തെറ്റിപ്പോകും. അപ്പോൾ ഇനി നമുക്കൊരു ഫ്രാക്ഷണൽ പാർട്ടുള്ള നമ്പർ ചെയ്ത് നോക്കാം. 125.201 ടു ദ ബേസ് 10 ഇത് നമുക്ക് ഹെക്സയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പം ഫ്രാക്ഷണൽ പാർട്ടിന് മുമ്പുള്ള നമ്പറിനെ നമ്മൾ ഡിവൈഡ് ചെയ്യും. എന്ത് വെച്ചിട്ട്? നമ്മൾ ഹെക്സയിലേക്ക് കൺവേർട്ട് ചെയ്യണ്ടേ, അതുകൊണ്ട് നമ്മൾ 16 വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ഞാൻ ഇവിടെ ഡിവൈഡ് ചെയ്ത് കാണിക്കണില്ല, കാരണം നമ്മൾ മുമ്പത്തെ ക്വസ്റ്റ്യനിൽ ചെയ്തതാണ് ഈ 125നെ. അപ്പോൾ ഇതിന്റെ ആൻസർ എന്താ വരിക? 7d ആയിരിക്കും വരിക ടു ദ ബേസ് 16. ഇനി നമ്മൾ പോയിന്റ് 201 ഇതിനെ നമ്മൾ ഹെക്സയിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഹെക്സയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇത് ഫ്രാക്ഷണൽ പാർട്ടുള്ള നമ്പറാണ്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നോക്കാം. 0.201 ഇൻറ്റു 16 എത്ര വരും? 3.216. ഈ 3 നമ്മൾ മാറ്റി വെച്ചു. ഇനി 0.216 ഇൻറ്റു 16 എന്ത് വരും? 3.456. ഈ 3 നമ്മൾ മാറ്റി വെച്ചു. ബാക്കി 0.456 ഇൻറ്റു 16 7.296. 7 നമ്മൾ മാറ്റി വെച്ചു. ബാക്കി 0.296 ഇൻറ്റു 16 എന്ത് വരും? 4.736. 4 നമ്മൾ മാറ്റി വെച്ചു. ഇനി 0.736 ഇൻറ്റു 16 ഈക്വൽ എന്ത് വരും? 11.776. 11 നമ്മൾ മാറ്റി വെച്ചു.
0.776 ഇൻറ്റു 16 വരും 12.416. 12 നമ്മൾ മാറ്റി വെച്ചു. ഇത് നമ്മൾ മുകളിൽ അടിയിലേക്ക് വായിക്കാം. മുകളിൽ അടിയിലേക്ക് വായിക്കുമ്പോൾ എന്താ വരണേ? 337 പോയിന്റ് ഉണ്ട്, വിട്ടുപോരുത്. 337 4 11 12. 11ഉം 12ഉം നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. പകരം 11 നമ്മൾ എങ്ങനെയായിരിക്കും റെപ്രസെന്റ് ചെയ്യുക? ബി വെച്ചും 12നെ സി വെച്ചായിരിക്കും റെപ്രസെന്റ് ചെയ്യാം. നമ്മൾ ഒന്നും കൂടി എടുത്ത് എഴുതാം. 0.3374 ബി സി ടു ദ ബേസ് 16. ഇനി നമുക്ക് ലാസ്റ്റ് ആൻസർ ഇത് രണ്ടും കൂടിയിട്ട് ഒരുമിച്ച് എഴുതാം. അപ്പൊ എങ്ങനെ വരും നമ്മുടെ ഫൈനൽ ആൻസർ? 7D.3374 BC to the base 16. Okay.